ഞാൻ നിങ്ങളുടെ സ്വന്തം മായ സുരേഷ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം ഇപ്പം 4 മണി സമയമായി. നമുക്കൊരു ചൂട് കപ്പ പുഴുങ്ങിയതും നാടൻ കാന്താരി മുളക് വരച്ച ചമ്മന്തിയും നല്ല രസിയൻ ഒരു കട്ടൻ ചായയും കൂടെ കുടിക്കാം. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. എന്തായാലും കഴിഞ്ഞ വീഡിയോ ഇട്ട് അളിയൻസ് കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നെന്ന് അറിഞ്ഞു. എൻ്റെ കഥാപാത്രം ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, കമൻറ്റൊക്കെ ചെയ്തവരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഞാൻ മറുപടി ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ എന്തോ തരണമെന്ന് എനിക്കറിയാൻ വയ്യ. ഈ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു ഒറ്റ ഉറപ്പിലാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത്. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് കേട്ടോ. അപ്പോൾ നമുക്ക് ജോലിയിലേക്ക് കിടക്കേ. ഈ ചീനി പുഴുങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് കട്ടൻ ചായ ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് തലവേദനയും കുറയുമല്ലോ. പഴുത്ത കാന്താരി കേട്ടോ. ഇത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന്, ബി.പി പറയാനൊക്കെ ഏറ്റവും നല്ലതാണ് കാന്താരി കേട്ടോ. ഒരുപാട് ഗുണമുള്ള സാധനമാണിത്. കാന്താരി ചമ്മന്തിക്ക് കാന്താരിയും കൊച്ചുള്ളിയും എടുത്ത് അരയ്ക്കുക. കൊച്ചുള്ളി തന്നെ വേണേ. നമ്മൾ ഈ പിന്നെ കാന്താരി ചമ്മന്തി അരയ്ക്കുമ്പോഴേ അധികം അരയല്ല കേട്ടോ. ഈ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് അരയേ ചെയ്യാം. ഒരുപാടങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഇച്ചിരി കുറയും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ? ഈ കാന്താരി അങ്ങോട്ട് എടുത്ത് വെച്ച് ഈ ഉള്ളിക്കകത്തോട്ട് വെച്ച് അരയ്ക്കണം. കാന്താരി ഇച്ചിരി ഒന്നും നല്ലതല്ല അറിഞ്ഞാൽ, ഒരുപാട് അരയേണ്ട, ചെറുതായിട്ട്. പിന്നൊരു കാര്യം, കല്ലേൽ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ആരോഗ്യത്തിനും നല്ലതാ, എല്ലാത്തിനും നാക്കിനും നല്ലതാ കേട്ടോ. പിന്നെ കല്ലേൽ അരയ്ക്കുന്നതിന് ഒരു ഗുണവും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ കൈയുടെ വണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളങ്ങ് സ്ലിം ബ്യൂട്ടി ആവത്തില്ലേ. അതുകൊണ്ട് വീട്ടിലൊക്കെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ കഴുകി അങ്ങ് എടുക്കുക, അരയ്ക്കുക. പറ്റുന്നൊരു മതിയേ. ഞാനിവിടെ നാട്ടിൽ വരുമ്പോൾ മിക്കപ്പോഴും കല്ലിൽ അരയ്ക്കും. ആ കല്ലിൽ അരച്ചങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ രുചിയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും അളിയൻസിൻ്റെ ക്യാരക്ടറൊക്കെ കയറി വരുന്നത്. ഞാൻ ഉള്ളത് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, ഇതിലിങ്ങോട്ട് അരച്ചിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ചെറുതായിട്ട് അരച്ചാൽ മതി. ഇത് ഉപ്പുമുളകേ ചെറുതായിട്ട് ഇങ്ങോട്ട് അരച്ച് നമ്മളിങ്ങനെ വടിച്ച് ഒരു ശകലം ഉപ്പ് താളിക്കും കേട്ടോ. ശകലേ ആവൂ.
പിന്നെ നമുക്ക് അതിനകത്ത് എന്തോ ചെയ്യണമെന്നറിയാമോ? നല്ല പച്ച വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഇച്ചിരി എടുത്ത് ഒഴിക്കുക, ഇത് ചാലിക്കുക. ഇതങ്ങോട്ട് ചീനിക്കകത്ത് മുക്കി അങ്ങോട്ട് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു സ്പെഷ്യൽ ചമ്മന്തിയും കൂടെ അരച്ച് കാണിക്കാം, തേങ്ങാ ചമ്മന്തി. ആ ചമ്മന്തിയും കാന്താരി ചമ്മന്തിയും ഉപ്പുമുളക് ചമ്മന്തിയും കൂടെ 3 ചമ്മന്തിയും കൂട്ടിയാണ് നമ്മളിന്ന് ചീനിപ്പുഴുക്ക് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അന്നേരം നമുക്ക് തേങ്ങാ ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങിയാലോ? ഓക്കെ. അതിനായിട്ട് വേണ്ടത് നല്ല തേങ്ങ തിരിങ്ങിയതും മുളക് പൊടിയും കൊച്ചുള്ളിയും നല്ല പുളിയും കുറച്ചൊരു ഇഞ്ചി കഷ്ണവും കൂടെ എടുത്ത് ഉപ്പൊഴിച്ച് നമ്മൾ ഇളക്കി അരയ്ക്കണം. സൂപ്പർ. മുളക് ചമ്മന്തിക്ക് കുറച്ച് മുളകെടുത്ത് ശകല ഉപ്പും നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ചാലിക്കണം. നമുക്ക് കപ്പ വെന്തോ നോക്കാമേ. നോക്കട്ടെ. വെന്തിട്ടുണ്ട്. ചൂട് കട്ടൻ ചായയും കൂടെ ഒഴിക്കാം. ഇതൊരു ചൂട് കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കല്ലിലരച്ച തേങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി, കാന്താരി ചമ്മന്തി, നല്ല സൂപ്പർ കട്ടൻ ചായയും. നമുക്ക് ഒന്ന് കഴിച്ച് തുടങ്ങിയാലോ? കഴിക്കട്ടെ. നിങ്ങൾക്കൊക്കെ തരാത്തത് എനിക്ക് വിഷമമുണ്ടേ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ആദ്യമേ തേങ്ങാ ചമ്മന്തി വെച്ചൊന്ന് കഴിക്കാം. പൊളി, സൂപ്പർ. നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഇതൊക്കെ ഉണ്ടല്ലോ നാടൻ ഫുഡുകളാ, കെമിക്കലില്ലാത്ത. എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ. അടുത്ത് നമ്മൾ ചമ്മന്തി എന്നാണോ? നല്ല കാന്താരി മുളക്. സൂപ്പർ അളിയാ, സൂപ്പർ. പൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുളക് ചമ്മന്തി അങ്ങനെ ഉണ്ടോ നോക്കാമേ. ഇത്ര ടേസ്റ്റ്. അതും നല്ല വേവുന്ന കപ്പയാണ്. സൂപ്പർ ടേസ്റ്റ്, നാടൻ കപ്പ. അന്നേരം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തോന്നറിയാമോ? ഈ ചൂട് കട്ടൻ ചായയും കൂടെ അങ്ങോട്ട് കുടിക്കും. അരെ വാ, സൂപ്പർ, ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. അന്നേരം ഈ കപ്പപ്പുഴുക്കും ഈ ചമ്മന്തിയും കട്ടൻ ചായയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ഫുഡാണ്, ഒരു കെമിക്കലും ഇല്ലാത്ത ഫുഡാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞാൻ കണ്ടു. കമൻറ്റ് ചെയ്യുന്നതൊക്കെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തു കേട്ടോ. എല്ലാവർക്കും റിപ്ലൈ ഞാൻ തരുന്നുണ്ട്. അന്നേരം ഇനി എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ. ഇനി ഞാനൊരു നല്ല റെസിപ്പിയുമായി ഉടനെ വരുന്നതാണ് വീഡിയോയിൽ. വിടവാങ്ങാൻ സമയമായി. ലവ് യു ആൾ. ഓക്കെ, ബൈ.